സന്തോഷമായി സുഹൃത്തുക്കളെ, സന്തോഷമായി, വളരെയധികം സന്തോഷമായി. എന്തായാലും ആ ഒരു കോംബോ കൂടെ അവസാനിച്ചിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 6 കോംബോ ഗെയിമിന്റെ ഭാഗമായുള്ള ജബ്രി കോംബോ ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വരും ദിനങ്ങളിൽ നാം കണ്ടറിയേണ്ടതുണ്ട് ജാസ്മിന്റെ കളി. ബിഗ് ബോസ് ഷോയിൽ ജാസ്മിന്റെ കളി എങ്ങനെയുണ്ട്, അതുപോലെ ജാസ്മിൻ പുറത്തായതിന്റെ ഭാഗമായി മറ്റുള്ള പ്ലേയേഴ്സ് ഇനി എങ്ങനെ കളിക്കും എന്നൊക്കെ നാം കണ്ടറിയണം. എന്നിരുന്നാലും ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു ഗെയിമറായിരുന്നു ഗബ്രി. എന്നിരുന്നാലും പേഴ്സണലായി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു. കാരണം അയാളുടെ സംസാരവും അതുപോലെ ഗബ്രി കോംബോയിലുള്ള ചേഷ്ടകളൊന്നും ഇഷ്ടമില്ലാത്ത എന്നെ പോലത്തെ പലരും ബിഗ് ബോസ് കാണുന്നതിൽ പ്രേക്ഷകരായി ഉണ്ടാവും. അവർക്കൊന്നും ഇങ്ങനെയുള്ള ഈ കോംബോയുടെ ഭാഗമായുള്ള ഈ കളിയൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒരു ഗെയിമർ എന്ന രീതിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. എന്നാലും സ്വഭാവത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്നും വിട പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇനി എന്തായാലും ഒരു മടങ്ങി വരവ് പ്രായോഗികമല്ല. വരും ദിനങ്ങളിൽ ജാസ്മിന്റെ ഗെയിം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ മറ്റു മത്സരാർത്ഥികളും പലരും സേഫ് ഗെയിമായി കളിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം. ഈ ഒരു സീസണിന്റെ ഭാഗമായുള്ള പവർ റൂമിന്റെ സാധ്യതകൾ മുതലെടുത്ത് പല മത്സരാർത്ഥികളും സേഫ് ഗെയിം കളിച്ച് അല്ലെങ്കിൽ ഒരു ടാസ്കിലും ഇടപെടാതെ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞു സുഖിപ്പിച്ച് പവർ റൂമിൽ കയറി നിൽക്കുന്ന പല സേഫ് ഗെയിം മത്സരാർത്ഥികളും അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ശരണ്യ, അതുപോലെ ശ്രീരേഖ, അൻസിബ, ഇവരെ പോലെയുള്ള പല മത്സരാർത്ഥികളും ഇപ്പോഴും അവിടെ നിൽക്കുമ്പോൾ ഗബ്രി എന്ന അതിശക്തനായ ഒരു മത്സരാർത്ഥി ഗെയിമർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലായി കണ്ടറിയാം ആരൊക്കെ പവർ റൂമിലേക്ക് പോകുന്നു, ആരൊക്കെ പുറത്തു നിന്ന് ഗെയിം കളിക്കുന്നു. അതുപോലെ ഗബ്രി പോയ ജാസ്മിന്റെ ഗെയിം ഇനി എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നാളത്തെ ഒരു എവിക്ഷൻ കൂടിയുണ്ട് എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതിന്റെ പ്രമോ കൂടി നിലവിൽ വന്നിട്ടുണ്ട്. ആരാണ് പോയതെന്ന് മനസ്സിലായിട്ടില്ല. നാളത്തെ എവിക്ഷൻ കൂടി കഴിഞ്ഞാൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും.